കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും കർത്താവ് നൽകിയ നല്ല സന്ദർഭത്തിനായിട്ട് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ആഗതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. ലോകം മുഴുവൻ ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുന്ന ദിവസമാണിന്ന്. ഇംഗ്ലീഷുകാരതിനെ ഗുഡ് ഫ്രൈഡേ എന്ന് പറയും. മലയാളത്തിൽ നമ്മൾ കർത്താവ് അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ ഓർക്കുന്നത് കൊണ്ട് കർത്താവിൻ്റെ കഷ്ടങ്ങൾ ഓർക്കുമ്പോൾ ദുഃഖമെന്ന് പറയുന്നു, ദുഃഖവെള്ളി എന്ന് പറയുന്നു. എന്നാൽ കർത്താവ് ദുഃഖവെള്ളിയാഴ്ച അനുഭവിച്ച വേദനകൾ നിമിത്തം മാനകുലത്തിനുണ്ടായ അനുഗ്രഹങ്ങളുടെ വെളിപ്പാടകത്ത് വന്നതുകൊണ്ട് അവരതിനെ ഗുഡ് ഫ്രൈഡേ എന്ന് പറയാൻ തുടങ്ങി. ഏതായാലും ഇങ്ങനെ അനുഗ്രഹീതമായ ഈ ദിവസത്തിന് തത്തുല്യമായൊരു ദിവസത്തിൽ കർത്താവ് നമ്മുടെ എല്ലാവരെയും പാപങ്ങളെ വഹിച്ച് കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിക്കുകയും നമ്മുടെ പാപങ്ങൾക്കും ശാപങ്ങൾക്കും ആദാമ്യ പാപത്താൽ നമ്മുടെ മേൽ വന്ന സകല പ്രതിസന്ധികൾക്കും പ്രതികരണങ്ങൾക്കും പ്രതികൂലങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തേണ്ടതിന് കർത്താവ് കാൽവറിയിൽ മരിച്ച നല്ല ദിവസത്തിനായിട്ട് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. നമ്മളത് ദിവസവും ഓർക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ലോകം മുഴുവൻ കൊണ്ടാടുന്ന ദിവസം ഞാനൊരു വാക്ക് പ്രാരംഭത്തിൽ ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക ഉയർത്തെഴുന്നേൽപ്പ് ക്രിസ്തു കാൽവറിയിൽ മരിച്ചപ്പോഴാണ് റോമാലേഖനത്തിൽ നാം വായിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഞാൻ ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ക്രിസ്തു എനിക്ക് പ്രതിപകരമായി മരിച്ചു എന്ന് മാത്രമാണ് ഞാൻ ധ്യാനിച്ചിട്ടുള്ളത്. എന്നാൽ പിന്നത്തതിൽ റോമാലേഖനം പഠിച്ചപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലായത്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു, നമ്മുടെ പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ നമ്മുടെ എല്ലാ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന വെളിപ്പാട് എപ്പോഴാണോ നമ്മുടെ അകത്ത് ദൈവാത്മാവിനാൽ ലഭ്യമാകുന്നത് അപ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഭൂമിയിൽ ജയകരമായ ജീവിതത്തിനായിട്ടുള്ള അടിസ്ഥാനപരമായ ഘടകങ്ങൾ ദൈവാത്മാവ് ഒരുക്കുന്നത്. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അന്യഭാഷയിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുടെ പല നിലവാരങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ നമ്മൾ ദീർഘമണിക്കൂറുകൾ ചർച്ചിൽ പകൽ നടന്ന മീറ്റിങ്ങിലും രാത്രി നടന്ന മീറ്റിങ്ങിലും ഒക്കെ നിരന്തരമായിട്ട് നമ്മൾ അന്യഭാഷയിൽ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ വിഭിന്ന തലങ്ങളെക്കുറിച്ച് പറയുകയും മണിക്കൂറുകൾ പ്രാർത്ഥിക്കുകയും അങ്ങനത്തെ ഒരു പ്രാർത്ഥനയുടെ തലം ചർച്ചിനകത്ത് പരിശുദ്ധാത്മാവ് തുറന്നു തരികയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കണ്ടമാനം പേരിൽ പരിശുദ്ധാത്മാവ് ആ മേഖല തുറക്കുന്നുണ്ട്. വ്യത്യസ്ത ശബ്ദങ്ങൾ കേൾക്കുന്നു, വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാകുന്നു, ആത്മാവിനകത്തേക്ക് ഇറങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ ഇന്ന് അധികം നേരം സംസാരിക്കുന്നില്ല. സാധാരണ കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി ചില ദിവസങ്ങളായിട്ട് ഞാൻ കൂടുതൽ നേരം രാവിലെ സംസാരിക്കുന്നു. അതൊരു ഭാഗം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ടൈം എടുക്കുന്നതാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് നിഴലായി നിൽക്കുന്ന പഴയ നിയമത്തിലെ ഒരു ചരിത്ര പുരുഷനാണ് യോസഫ് എന്ന് പറയുന്നത്. യോസഫ് തൻ്റെ സഹോദരന്മാരാൽ ഒറ്റിക്കൊടുക്കപ്പെടുകയും തൻ്റെ സഹോദരന്മാരാൽ ദ്വേഷിപ്പിക്കപ്പെടുകയും അവനെ മിസ്രൈമിലേക്ക് വിൽക്കുന്ന ചരിത്രം വിറ്റ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. തൻ്റെ സഹോദരൻ തൻ്റെ മകൻ മരിച്ചു എന്നുള്ള ചിന്തയിൽ കാട്ടുമൃഗങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടു കൊല്ലപ്പെട്ടു എന്നുള്ള ചിന്തയിൽ ദുഃഖത്തിലിരിക്കുന്ന യാക്കോബ് ദേശത്തുണ്ടായ ക്ഷാമനിമിത്തം ആ കാലത്ത് സമൃദ്ധി ഉണ്ടായിരുന്ന മിസ്രൈമിലേക്ക് അപ്പനാൽ അയക്കപ്പെടുന്ന മക്കൾ അവിടെ ചെന്ന ശേഷം ഈ വാക്യം നിങ്ങളുടെ അകത്ത് ഒറ്റ വാക്കിരിക്കട്ടെ. 13 വാക്യം, മിസ്രൈമിൽ എനിക്കുള്ള മഹത്വവും നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം, എൻ്റെ അപ്പനെ വേഗത്തിൽ ഇവിടെ കൊണ്ടുവരികയും വേണം. മിസ്രൈമിൽ എനിക്കുള്ള മഹത്വം, മിസ്രൈമിൽ എനിക്കുള്ള മഹത്വം, മിസ്രൈമിൽ എനിക്കുള്ള മഹത്വം. നിങ്ങൾ പൊട്ടക്കുഴിയിലിട്ട എനിക്ക്, നിങ്ങൾ മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റ എനിക്ക് ദൈവത്താൽ വന്ന മഹത്വം നിങ്ങൾ എൻ്റെ അപ്പനെ അറിയിക്കണം. ബാക്കി ചരിത്രമൊന്നും അവർക്കറിയില്ലല്ലോ. പൊത്തിപ്പേറിൻ്റെ ഭവനത്തിലേക്ക് വിറ്റതും പൊത്തിപ്പേറിൻ്റെ ഭവനത്തിലുണ്ടായ അപമാനവും കാരാഗ്രഹത്തിൽ കിടന്ന യോസഫിനെയും ചേട്ടന്മാർക്കറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ട അനുജനെ അവർക്കറിയാം. മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റ അനുജനെ അവർക്കറിയാം. പക്ഷെ യോസഫ് അവരോട് പറയുകയാണ്, നിങ്ങൾ അപ്പനോട് പറയണം, എനിക്കിവിടെയുള്ള മഹത്വം നിങ്ങൾ പറയണം. നിങ്ങൾ അവൻ്റെ 4-ാം വാക്യത്തിൽ ഒരു വാക്യം നമുക്ക് ഇപ്രകാരം കാണുന്നുണ്ട്.
യോസഫ് സഹോദരന്മാരോട് ഇങ്ങോട്ട് അടുത്ത് വരികയെന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്നപ്പോൾ അവൻ പറഞ്ഞ, നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസഫാകുന്നു ഞാൻ. നിങ്ങൾ വിറ്റുകളഞ്ഞ യോസഫാണ് ഞാൻ. എന്നിട്ട് യോസഫ് തന്നെ വെളിപ്പെടുത്തി. എന്നിട്ട് യോസഫ് അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുകയാണ്, ഭൂമിയിൽ നിങ്ങൾക്കുള്ള 45-7 ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയ്ക്കായി നിങ്ങളുടെ ജീവനെ രക്ഷിക്കണമെന്ന് ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായിട്ട് അയച്ചിരിക്കുന്നത്. അപ്പോൾ യോസഫിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഈ വായിച്ചു വരുന്നത്. സ്വന്തം സഹോദരന്മാർക്ക് അവനെ വെളിപ്പെടുത്തി. നിങ്ങളുടെ രക്ഷയ്ക്കായിട്ടാണ് എന്നെ വിറ്റുകളഞ്ഞെന്ന് പറഞ്ഞു. യോസഫ് തന്നെ പൂർണ്ണമായി അവന് മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. നമ്മൾ ഈ പ്രാർത്ഥനയിൽ നമ്മുടെ കർത്താവിനോട് നമ്മൾ ഒന്നും കൂടി ആഴമായി ഏകീഭവിക്കുകയാണ്. നമ്മുടെ കർത്താവിന് ഇപ്പോഴുള്ള മഹത്വം എല്ലാവരും കരയട്ടെ. യേശു കാൽവറിൽ മരിച്ചതോർത്ത്, നമ്മുടെ പാപങ്ങൾ വഹിച്ചതോർത്ത് നല്ലതാണ്. കരയുന്നതും അവനെ ഓർക്കുന്നതും ധ്യാനിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ വിറ്റുകളഞ്ഞ യോസഫിനെ അല്ല ഇപ്പോൾ നീ ഓർക്കേണ്ടത്. ആ യോസഫ് ഇപ്പോൾ തൻ്റെ മുഴുമഹത്വത്തിൽ താൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും സകലത്തിനും മീതെ, ഇപ്പോൾ ഉള്ളത് വരുമാനത്തിന് സകലത്തിനും മീതെ അവനെ തലയാക്കി വെച്ചിരിക്കുകയാണ്. നാം അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുകയും ആത്മീക മർമ്മങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന നാം അവനുമായിട്ട് ഒന്നായി ചേരുകയാണ്. അവനെ പിതാവിൻ്റെ വലത്തുഭാഗത്ത്, അവൻ്റെ പൊസിഷനിൽ അവൻ്റെ വലത്തുഭാഗത്ത് വെച്ചിരിക്കുന്നു. അവൻ്റെ മഹിമ അവൻ നമ്മുടെ കണ്ണുകൾക്ക് തുറക്കുകയാണ്. ഈ മഹിമ തുറന്ന് നാം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴുണ്ടല്ലോ, ഇന്നലെ ഞങ്ങൾ സാധാരണഗതിയിലെ പകൽ നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞാൽ ഞാൻ അല്പനേരം വന്ന് വിശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ശരീരത്തിന് അല്പം നല്ലതായ ക്ഷീണമുണ്ട്. പക്ഷെ ഇന്നലെ റെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ പാസ്റ്ററും സിസ്റ്ററും ഞങ്ങളും കൂടെ മണിക്കൂറുകൾ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. കാരണം അങ്ങനത്തെ അനുഭവങ്ങൾ ഇന്നലെ പകൽ നടന്ന മീറ്റിങ്ങിനകത്തുണ്ടായി. അതുപോലത്തെ അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ തലമുറകളിൽ പിശാച് വിതച്ചിട്ടിരിക്കുന്ന സകലതിനെയും തൂത്തെടുത്ത് മാറ്റി നിങ്ങളെ അടുത്ത ഗ്ലോറി റിലത്തിലേക്ക് ദൈവാത്മാവ് വളർത്തുകയാണ് കേട്ടോ. ഇതൊക്കെ ഇന്നലെ കണ്ട കാഴ്ചകളുടെ ബന്ധത്തിലാണ് ഞാൻ ഈ പറയുന്നത്. ഇന്നലെ വെളിപ്പാടിൽ കണ്ട കാഴ്ചകളുടെ ബന്ധത്തിൽ അങ്ങനെ തീയുടെ ഒരു വലിയ അനുഭവം, മഹത്വത്തിൻ്റെ ഒരു വലിയ അനുഭവം, മഹത്വത്താലുള്ള ഒരു കൂട്ടിമുട്ടൽ, തേജസ്സിനാലുള്ള ഒരു കൂട്ടിമുട്ടൽ ഉണ്ടാകാതെ നമുക്ക് ദൈവിക വിശുദ്ധിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. അത് ദൈവാത്മാവിനാൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരില്ല. അതുകൊണ്ട് നമുക്ക് ദിവസങ്ങളിൽ അല്പനേരം കൂടെ അന്യഭാഷ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അടുക്കൽ, പിതാവിൻ്റെ അടുക്കൽ ക്രിസ്തുവിനുള്ള മഹത്വം, ആ മഹത്വത്തിലേക്കാണ് നമ്മൾ എൻ്ററാകുന്നത്. ആ മഹത്വത്തിലേക്ക് എൻ്ററാകാനായിട്ട് മനഃപൂർവ്വം ഇത് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നവരെല്ലാം പറയുന്നൊരു പാദമുണ്ട്. ആദ്യത്തെ ചില സമയങ്ങൾ നമ്മൾ മനഃപൂർവ്വം ജഡത്തിൽ ഓർമ്മയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ സോളിൽ ലെവലിൽ നിന്നുകൊണ്ട് നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് അല്പം കഴിയുമ്പോൾ സ്പിരിറ്റ് റിലത്തിലേക്ക് ചേഞ്ച് ആകും. സ്പിരിറ്റ് റിലത്തിനകത്ത് പല കോർട്ടുകളുണ്ട്. നിങ്ങൾ അധികാരത്തിലേക്ക് വന്ന് നിങ്ങൾ പറയുന്ന അന്യഭാഷയ്ക്കകത്ത് അധികാരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടും. അവകാശങ്ങളുടെ പ്രഖ്യാപനം അടക്കം ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകളുടെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾ പറയുന്ന വാക്കുകൾ ഭയങ്കര തീയപ്രവൃത്തി കൊണ്ടുവരാൻ തുടങ്ങും. ഖണ്ഡമാന മേഖല തുറക്കും. ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ നിർത്താൻ പറ്റുകയില്ല. സ്പിരിച്വൽ റിലത്തിനകത്ത് ഖണ്ഡമാന മേഖല തുറക്കാനുണ്ട്. അതുകൊണ്ട് മനഃപൂർവ്വമായിട്ട് കഴിയുന്ന മൈക്കിളെല്ലാം അൺമ്യൂട്ട് ചെയ്ത് അല്പനേരം നമുക്ക് എല്ലാവർക്കും അന്യഭാഷ പറഞ്ഞ് സംസാരിക്കാൻ പറ്റും. നോക്കിയേ, എല്ലാവരും ആ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് അന്യഭാഷ സംസാരിക്കാൻ പറ്റും. നോക്കിയേ, ഷാഖാറാബാന ഷെംതുരാധനാധന ലാദൽ ഘടകധന. റിലങ്ങൾ ചേഞ്ച് ആകുന്ന തലങ്ങൾ തുറക്കും. പരിശുദ്ധാത്മാവേ, ഇവർ അങ്ങയിലാണ്. പരിശുദ്ധാത്മാവേ, ഇവർ പുത്രന്റെ അകത്താണ്. ആ വെളിപ്പാട് ഇവരകത്ത് ശക്തിയോട് തുറന്നു കൊടുത്ത് പരിശുദ്ധാത്മാവെ ആ തലത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ അങ്ങ് ഇവരെ മേൽ ഇപ്പോൾ കൃപ തുറക്കുവാൻ റബനഘടകന ഹത്തുൽഘടകന ഇവരെ ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന, ഇവരെ കുടുംബത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന അന്തൽഘടക അങ്ങയുടെ മഹത്വത്തെ കുറിച്ചുള്ള വെളിപ്പാട് പരിശുദ്ധാത്മാവിനകത്ത് തുറക്കണമെന്നായി ഇപ്പോൾ ഞാൻ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങനത്തെ ഒരു പ്രാർത്ഥന മടങ്ങട്ടെ. ഷാഭ റബന റഗക്ഷസ്കനാദിനാദന വേദ പ്രൗഢമനഘടകന അന്തരാദിന പ്രൗഢമനഘടകന അതരജന അതര ഘട്ട പ്രൗഢമന ഷെഖു റുബിനി ജനാദില പ്രൗഷിപിനി
ಅಂದಲ್ ಪ್ರೌಢವನ ರಬಂಬಬ ನಿಗತ್ತರೇಜನ ಧೀರ ಪ್ರೌಢವನ ಗಡಗದನ ಗದುರವನ ಶಬ ಪ್ರೌಢವನ ಹಂದಲ್ ಪ್ರೌಢವನ ಗಡಗದನ ಆದಿರ ಪ್ರೌಷವನ ಅಂದರ ಬಿರ ಪ್ರೌಢವನ ಹತ್ತಲ್ ಪ್ರೌಢವನ ಜಬತ್ತುರಾದನ ಪ್ರೌಢವನ ಅದರ ಗಡಗಜನ ವದಿನಿ ಬಿನಿ ಗಡಗದನ ಗದುರವನ ಗಡಗದನ ಹತ್ತುರಾದನ ಪ್ರೌಢವನ ಅಂಜಲ್ ಪ್ರೌಢವನ ಹತ್ತುರಾದನ ಪ್ರೌಷವನ ಲಖೋರ್ ಭೇನಿ ಹೇ ಧೂರೋ ಶಾಖಾ ರಾಧನೆ ದಿನತನ ವನ ಪ್ರೌಷಿಬಿನಿ ಅಂಬ ಪ್ರೌಢವನ ಗುದುರ ಪ್ರೌಷವನ ഗഡഗദന ഷാദൽ ബുദ്ധിയുടെ തലത്തിലുള്ള സ്പിരിച്വൽ തലത്തിലേക്ക് സ്പിരിച്വൽ തലത്തിലേക്ക് പരിശുദ്ധാത്മാവേ അങ്ങയുടെ മക്കൾ എൻട്രാകട്ടെ ആ തലത്തിലുള്ള അന്തൽ ഘടകതന പ്രൗഷമന ആ തലത്തിലുള്ള ആത്മതല തുറക്കണമേ ലബാനമപ്രൗഷമന അതൽ പ്രൗഢമന ഘടകതന ഞങ്ങളെ തലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ മേൽ തുറക്കുന്ന അധികാരങ്ങൾക്കായി സ്തോത്രം അറബ പ്രൗഢമന ഗദുര ജനഗദുരി ഐഷ പ്രൗഢമന ഗദുരമന ഘടകതന അതിരവന ഗദുരി ജനികത്തുൽ പ്രൗഷമന അന്തരാ ബിന പ്രൗഢമന ഗജനഗദുരമന ഘടകതന തുറന്നു വരട്ടെ ലംദൽ ഘടക മിസ്രൈമിൽ യോസഫിനുള്ള മഹത്വം ഈ ജനം അനുഭവിക്കട്ടെ അവരെ കർത്താവെ രക്ഷിതാവായ അവരുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച യേശു ക്രിസ്തുവിൽ കൂടെ ഇവരുടെ മേൽ വെളിപ്പെട്ടു വന്നിരിക്കുന്ന മഹത്വം ഓ അന്തൽ ഘടകജന വാദര പ്രൗഢവന അന്തര പ്രൗഢവന ഘടകജുന അതര പ്രൗഢവന ഗദര ഘടകജന അത്തൽ ഘടകജന ഗദുരവന ഘടകജന അന്തൽ പ്രൗഢവന ഘടക സകല വാഴ്ചകൾക്ക് സകല അധികാരങ്ങൾക്ക് സകല കർത്തൃത്വങ്ങൾക്ക് സകല നാമത്തിന് ഇപ്പോഴുള്ളവന് വരുവാനുള്ളവന് സകലത്തിന് മീതെ തലയാക്കി ഉയർത്തി വെച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ മഹത്വം അവന്റെ തേജസ് അവന്റെ മഹിമ അവന്റെ അധികാരം റാബാനാബാന അവന്റെ ശുശ്രൂഷ അവൻ ആരാണെന്ന് ഇന്ന് രാവിലെ ഞങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ തുറക്കട്ടെ പ്രൗഢവന ജനഗദുര അന്തൽ ഘടകദന ഘദുര ജനഗദുരവന ഘടകദന ഗദുരവന ഘടകദന രഗട്ടസ്കനാദിരാദര പ്രൗഷസ്കനാദിര അന്തരാദിരാര ഘടകജന ഘദര ജനഗദുര ഘടകദന ചിലരുടെ മേൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു മഹത്വത്തിന്റെ ഉയർന്ന വെളിപ്പാട് തുറക്കുന്നു കർത്താവേ ഞങ്ങൾ ഈ കുടുംബങ്ങളെ മുഴുവൻ ആ മഹത്വത്തിന്റെ വെളിപ്പാടിനകത്തേക്ക് പരിശുദ്ധാത്മാവ് നടത്തുന്നവനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ മഹിമയുടെ തല തുറക്കട്ടെ, ആ തേജസ്സിന്റെ തല തുറക്കട്ടെ. ക്രിസ്തുവിനുള്ള മഹത്വം ഇവർ കാണട്ടെ. ഈ ജനം സഹോദരന്മാർ, യോസഫിന്റെ സഹോദരന്മാർ ആ മഹിമ കണ്ടതുപോലെ ഇപ്പോൾ ഇവർ ആ മഹിമ കാണട്ടെ. ഇവർ മഹിമ കണ്ടാൽ ഇവർക്ക് ആ മഹിമയുടെ ആസ്വാദനം അനുഭവിക്കാമല്ലോ. യോസഫിന്റെ സഹോദരന്മാർ ആ മഹിമ അനുഭവിച്ചതുപോലെ ഇവർ അത് അനുഭവിക്കട്ടെ അപ്പ. അത്തൽ ഘടകം ചമന പ്രൗഢം വരഭക്ഷമനം ധനഭക്ഷിബിനി ഘടകം ചമന പ്രൗഢവനം ദ ആതുരഭക്ഷമനം തലഘട്ടവനം തലഘടക മഹത്വങ്ങളിലേക്ക് റിവീലാകട്ടെ.
യോസഫിന്റെ മഹത്വം സഹോദരന്മാരുടെ മഹത്വമായി മാറിയെങ്കിൽ, യോസഫിന്റെ പുകഴ്ച സഹോദരന്മാരുടെ പുകഴ്ചയായി മാറിയെങ്കിൽ, യോസഫിന്റെ അധികാരം സഹോദരന്മാരുടെ അധികാരമായി മാറിയെങ്കിൽ, ഇന്ന് രാവിലെ കർത്താവ് ഞങ്ങളുടെ ജനത്തിന്റെ മേൽ ആ അധികാരവും ആ മഹിമയും തുറക്കേണ്ടവന്, ആ മഹിമയും ആ അധികാരം 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 തുറക്കേണ്ടവന്, ആ ഡിവൈൻ ഗ്ലോറി തുറക്കേണ്ടവന്, ആ ഡിവൈൻ ഗ്ലോറി തുറക്കേണ്ടവന്, ആ ഗ്ലോറി റിലം തുറക്കേണ്ടവന്, ആ ഗ്ലോറി റിലം തുറക്കേണ്ടവന്, ഗ്ലോറി റിലം തുറക്കുമ്പോൾ തുറന്നു വരുന്ന ഏഞ്ചലിക് റിലം ഓപ്പൺ ആകേണ്ടവന്, അതിന്റെ മേൽ തുറന്നു വരുന്ന അധികാരം തുറക്കേണ്ടവന്, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ, ഓ റബൽ ഘടകത്തിന് അവകാശമുള്ളവൻ, അവകാശമുള്ളവൻ, അധികാരമുള്ളവൻ ഇന്ന് രാവിലെ കുടുംബങ്ങളുടെ മേൽ എഴുന്നേൽക്കട്ടെ. ഷഖ റഫാന ഭൈഖു റിഖു യാ തലേ ജന പ്രൗഷേ അംദൽ ഘടകജന രാവവ പ്രൗഷമന അംദല റിബ പ്രൗഷമന ഘടകജനാദിര പ്രൗഷമന ഘടകജന അംദൽ ഘടകജന വാദന പ്രൗഷമന അതര ജനഗദുരമന ഘടകജന വൈഡ പ്രൗഢമന ഘടകജന വേദ പ്രൗഢമന അതര ഘടകജന ഹാ ദുരാരവ പ്രൗഷമന അംദൽ ഘടകജന വേദ പ്രൗഢമന റവ പ്രൗഷമന. മഹിമയുടെ കൈമാറ്റം, മഹിമയുടെ കൈമാറ്റം, ഗ്ലോറിയസ് കൈമാറ്റം. റാഫാന യോസഫിന്റെ മഹിമ സഹോദരന്മാരിലേക്ക് കൈമാറിയതുപോലെ, അവനവന്റെ മഹിമ അനുഭവിച്ചതുപോലെ, മിസ്രൈമിന്റെ സമ്പത്ത് അവർ അനുഭവിച്ചതുപോലെ, മിസ്രൈമിന്റെ നിക്ഷേപം അവർ അനുഭവിച്ചതുപോലെ, മിസ്രൈമിന്റെ നിക്ഷേപ സഹോദരന്മാർ അനുഭവിച്ചതുപോലെ, ലാ ഭരാബിന പ്രൗഢമന ഘടകജന വേദ പ്രൗഢമന ഘടകജന ഹാന്തൽ ഘടകജന ഹത്തൽ ഘടകജന വേദ പ്രൗഢമന ഹന്തൽ പ്രൗഢമന ഘടകജന വേദ പ്രൗഢമന ഗദുരമന ഘടകജന. ദൈവം നിങ്ങളെ എന്റെ സൗണ്ട് ക്ലിയർ ആണോ? സൗണ്ട് ഓക്കെ ഓക്കെ. ഈ വാക്യം നിങ്ങളൊന്ന് കണ്ടേക്കുക. മിസ്രൈമിലുള്ള യോസഫിൻ്റെ മഹത്വം സഹോദരന്മാർ വന്ന് കണ്ടു. ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അല്ല സോറി, ഞാൻ ഇട്ടിട്ടില്ലല്ലേ, സോറി. ഓക്കെ ഒരു മിനിറ്റ്. ഓക്കെ, ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ക്ഷാമകാലം വരും മുമ്പ് യോസഫിന് 2 പുത്രന്മാർ ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനായ
പൊത്തിഫേറിൻ്റെ മകൾ ആസനത്ത് പ്രസവിച്ചു. ഇനി വാക്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസഫ് തൻ്റെ ആദിജാതന് മനശ്ശെ എന്ന് പേരിട്ടു. നേരത്തെ വാക്യം നിങ്ങൾ മറക്കരുത്. ആ വാക്യം നമ്മൾ വായിച്ചത്, നിങ്ങൾ അപ്പനോട് പോയി പറയണം, എനിക്കിവിടെയുള്ള മഹത്വം നിങ്ങൾ അപ്പനോട് പോയി പറയണം. അപ്പോൾ യോസഫിന് ഇപ്പോൾ മിസ്രൈമിൽ മഹത്വമുണ്ട്. 15ാമത്തെ വർഷമാണ് അത് കേട്ടോ, 15ാമത്തെ വർഷം. കാരണം 7 വർഷങ്ങൾ, 2 വർഷങ്ങൾ. പിന്നെ യോസഫ് പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ കിടന്ന കാര്യങ്ങളും കാരാഗത്തിൽ കിടന്ന വർഷങ്ങളൊക്കെ വേറെ. അപ്പോൾ 7 സമൃദ്ധിയുടെ വർഷം, 7 ക്ഷാമത്തിൻ്റെ വർഷം. അപ്പോൾ ഇങ്ങനെയുള്ള വർഷങ്ങളുടെ 7 സമൃദ്ധിയുടെ വർഷം കഴിഞ്ഞ് ക്ഷാമത്തിൻ്റെ വർഷത്തിലാണ് ഈ സംഭവം സംഭവിക്കുന്നത്. 8ാമത്തെ വർഷം അല്ലെങ്കിൽ 9ാമത്തെ വർഷം, കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ഓർത്തെടുത്താൽ കിട്ടും. പക്ഷേ ഇവിടെ നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിക്കൂ. എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനം ഒക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസഫ് തൻ്റെ ആദിജാതന് മനശ്ശെ എന്ന് പേരിട്ടു. തൻ്റെ പുറകിലുള്ള സകലതും യോസഫ് മറന്നു, മറക്കുമാറാക്കി. ദൈവം നിങ്ങളുടെ പഴയകാല ചരിത്രത്തിൽ നിങ്ങൾ അനുഭവിച്ചതിനെ മുഴുവൻ മറക്കുമാറാക്കുന്ന ദൈവമാണ്. ഇത് മറന്നാലാണ് 2ാമത്തെ സ്റ്റേജ് തുറക്കുകയുള്ളൂ. എന്താ 2ാമത്തെ സ്റ്റേജ്? 2ാമത്തെ സ്റ്റേജ് ഈ വാക്യം എന്താണെന്നറിയാമോ? സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ 2ാമത്തവന് എഫ്രൈം എന്ന് പേരിട്ടു. അപ്പോൾ ഒന്ന്, എൻ്റെ ചരിത്രത്തെ മറപ്പിക്കുന്ന ദൈവം. 2, എൻ്റെ ജീവിതത്തിൽ എല്ലാം ഇരട്ടി വർധനവാക്കുന്ന ദൈവം. എഫ്രൈം എന്നതിന് അവൻ 2ാമത്തിന് എഫ്രൈം എന്ന് പേരിട്ടു. എഫ്രൈം എന്ന പദത്തിന് സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു, ഇരട്ടി വർധനവ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളിലേക്ക്, അപ്പോൾ യോസഫിൻ്റെ മഹത്വം, യോസഫിൽ വെളിപ്പെട്ട മഹത്വമല്ലേ സഹോദരന്മാർ വന്ന് കാണുന്നത്. അപ്പോൾ ഈ മഹത്വത്തിലേക്ക് നടത്തുന്നതിന് ദൈവം അവൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ 2 സ്റ്റെപ്പുകൾ. ഒന്ന്, അവൻ്റെ പഴയ കാലം ദൈവം അവനെ മറപ്പിച്ചു. 2, ഇരട്ടിയായ അനുഗ്രഹം ദൈവം അവൻ്റെ മേൽ തുറന്നു. അങ്ങനെയാണ് അവൻ ആ മഹിമയുടെ തലത്തിലേക്ക് ശക്തിയോടെ കയറുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടമാനം മുൻകാല കൈപ്പേറിയ അനുഭവങ്ങൾ, പരാജയങ്ങൾ, ബന്ധങ്ങളുടെ അകത്ത് വന്ന വിഘടനങ്ങൾ, നിങ്ങൾ അനുഭവിച്ച വഞ്ചനകൾ, നിങ്ങളൊരു അടിമ എന്ന പോലെ നിലയിലുള്ള നിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന വേദനകൾ, നിങ്ങളായിരിക്കുന്ന ഓഫീസിലോ ജോലി സ്ഥലത്തോ സഭാജീവിതത്തിലൊക്കെ ഉണ്ടായ അസന്തുഷ്ടമായ സ്ഥാനം, അന്യായമായ തടവുകൾ, സഹോദരന്മാരിൽ നിന്നുള്ള അസഹീനമായ വേർപിരിയൽ, പിതാവിനെ വേർപെട്ട അനുഭവങ്ങൾ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അനുഭവങ്ങൾ, ദുഃഖകരമായ അനുഭവങ്ങൾ, മനസ്സിൽ മറക്കാൻ കഴിയാത്ത ഇന്നലകളിലെ നിങ്ങൾ അനുഭവിച്ച വേദനകൾ, അത് അകത്ത് ഈ വേദനയായിട്ട് മുറിവായിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ട്. നിങ്ങളുടെ അകത്തുള്ള മുറിവുകൾ കരിയാതെ നിങ്ങളിൽ ഇരട്ടി വർധനവുണ്ടാകില്ല. അപ്പോൾ നിങ്ങളുടെ മുറിവുകൾ കരിയണമെങ്കിൽ എന്ത് ചെയ്യണം? മുറിവുകൾ കരിയണമെങ്കിൽ നിങ്ങൾ കാൽവറിയിൽ നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട ക്രിസ്തുവിനെ ധ്യാനിക്കുക എന്ന് പൗലോസ് എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ നമ്മോട് ശക്തിയോടെ പറയുന്നുണ്ട്. സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്, മുമ്പിൽ വെച്ച സന്തോഷത്തെ ഓർത്തുകൊണ്ട് അവൻ ക്രൂശിൽ അവൻ അപമാനിക്കപ്പെട്ടപ്പോൾ അവനെ അലക്ഷ്യമായിട്ട് എണ്ണി. കാരണം അവൻ്റെ അകത്തറിയാം എന്താണ് മുമ്പിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് ദൈവം നിങ്ങളൊരു ഗ്ലോറിയസ് ലൈഫിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സത്യത്തിൽ. പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയണമെങ്കിൽ നിങ്ങളുടെ പഴയകാല ചരിത്രം മുഴുവൻ നിങ്ങൾ മറക്കണം. അതുകൊണ്ട് ഞാൻ ഈ വാക്യം കൊണ്ട് നിങ്ങളെ കാണിക്കുന്നു, മുമ്പുള്ളവയെ നിങ്ങൾ ഇനി ഓർക്കണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കണ്ട. അതങ്ങ് വിട്ടേക്ക്, അതങ്ങ് മറന്നുകളാ. ദൈവത്തോട് പറ, എനിക്കത് മറക്കാനുള്ള കൃപ തരാൻ പറ. യോസഫിന്റെ പഴയകാല ചരിത്രം മറപ്പിക്കാൻ അവന് കൃപ കൊടുത്ത കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകുന്ന കർത്താവാണ്. മറന്നാലോ ദൈവം തന്നെ പുതിയതൊന്ന് ചെയ്യും. ഇപ്പോൾ ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത ചിലത് പുതിയത് ഉത്ഭവിക്കുന്ന ഒരു സീസൺ നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കും. നിങ്ങളത് അറിയണം. അതെ, മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്ത് നോക്കിയേ നദികളും ഉണ്ടാക്കുവാൻ കരുത്തുള്ള ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില നല്ല സമയങ്ങൾ, നിങ്ങൾ ചിന്തിക്കാത്തത്, നിങ്ങൾക്ക് ആലോചിച്ചെടുക്കാൻ കഴിയാത്തത്, അത്ര ഉയർന്ന തലത്തിലുള്ള ചില ബന്ധങ്ങൾ, ചില മേഖലകൾ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ
തുറക്കുന്ന ഒരു സീസൺ ദൈവാത്മ തുറക്കുകയാണ്. അതുകൊണ്ട് മറ്റെല്ലാറ്റിനെയും മറക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റെല്ലാ കഴിഞ്ഞകാല ബന്ധങ്ങൾ, കഴിഞ്ഞകാല അവസ്ഥകൾ, കഴിഞ്ഞകാല ചിത്രങ്ങൾ, കഴിഞ്ഞകാല അനുഭവങ്ങൾ എല്ലാം മറന്ന് നിങ്ങൾ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ദൈവാത്മാവിൽ വേദനകളെ, ഭാരങ്ങളെല്ലാം മറന്നുകൊണ്ട് നിങ്ങൾ അവനോട് ഒന്നായിരിക്കുന്നു എന്ന വെളിപ്പാടിൽ നിങ്ങൾ അവനോട് ചേർന്നിരിക്കുക. നിങ്ങളിപ്പോൾ പഴയ നിയമത്തിൽ മിസ്രൈമിലുള്ള യോസഫിനോട് സഹോദരന്മാർ ചേർന്നതുപോലെ നിങ്ങളിപ്പോൾ അവൻ്റെ കൂടെയാണ്. അതുകൊണ്ട് ആ മഹത്വം തിരിച്ചറിഞ്ഞ് ഒന്നുകൂടെ പ്രാർത്ഥിക്കും. ഇത് നിങ്ങളിലേക്ക് ഇപ്പോൾ ഇമ്പാക്റ്റ് ആകും. ഇതുവരെ യോസഫിൻ്റെ സഹോദരന്മാർ ക്ഷാമത്തിലാണ്, അവർ വേദനയിലാണ്, അവർ തകർച്ചയിലാണ്, അവർ മുമ്പിൽ മരണം കാണുകയാണ്. പക്ഷെ യോസഫ് മഹിമയിൽ നിൽക്കുന്നു പറഞ്ഞതോടുകൂടെ അവരുടെ അവസ്ഥ മാറുകയാണ്. അതെ, സാക്ഷാൽ നമ്മുടെ സഹോദരനായ കർത്താവ് കാൽവറിയിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നത് മഹിമയോടുകൂടിയാണ്, ശക്തിയോടുകൂടിയാണ്. അത് മുഴുവൻ നിങ്ങളിലേക്ക് ഇപ്പോൾ തുറക്കും. ഒന്ന് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. മൈക്കിളെല്ലാം അൺമ്യൂട്ട് ചെയ്ത് ചില മിനിറ്റുകൾ കൂടെ അന്യഭാഷ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ലാഭാബാബന ശകൽ പ്രൗഢമനഘടകമന അവന്റെ മഹിമക്കാണ്, അവന്റെ മഹിമക്കാണ്. പഴയതെല്ലാം മറക്ക്, അവന്റെ മഹിമക്കാണ്, അവന്റെ മഹിമക്കാണ്. ഓ റാബാരബാരക ശംഭ പ്രൗഢമനഘടകമന അവന്റെ മഹിമക്കാണ്, അവന്റെ മഹിമക്കാണ്. ഷാദരാദിരാരബ പ്രൗഢമനഘടകത്തിന് അവന്റെ മഹിമക്കാണ്. അവന്റെ മഹിമ, അവന്റെ മഹിമ, അവന്റെ മഹിമ, അവന്റെ മഹിമ, അവന്റെ മഹിമ, അവന്റെ മഹിമ, അവന്റെ മഹത്വം, അവന്റെ മഹത്വം, അവന്റെ മഹത്വം, അവന്റെ മഹത്വം അവന് തുറന്നത്, അവന്റെ മഹത്വം യോസഫിന്റെ മഹത്വം അവന് തുറന്നത്. ഓ ദൈവം അവന്റെ ചരിത്രം അവനെ മറക്കുമാറാക്കി, ദൈവം അവന്റെ ചരിത്രം അവനെ മറക്കുമാറാക്കി. ദൈവം അവനൊരു തലമുറയെ കൊടുത്തു. ചില നന്മകൾ മറക്കുന്ന, ചില പഴയകാല ചരിത്രങ്ങൾ മറക്കുന്ന തലത്തിലുള്ള ചില നന്മകൾ ജനിക്കട്ടെ, ചില നന്മകൾ ജനിക്കട്ടെ. ഈ കുടുംബങ്ങളുടെ മേൽ ചില ഇതുവരെ ഇല്ലാത്തത് ചിലത് ജനിക്കട്ടെ, സ്പിരിച്വൽ റിലത്തിൽ ഇല്ലാത്ത ചിലത് ജനിക്കട്ടെ, ഇവരെ സ്പിരിറ്റ് മാനിൽ ഇല്ലാത്ത ചിലത് ജനിക്കട്ടെ. ചില പുതിയ തുടക്കങ്ങൾ, ചില പുതിയ ആരംഭങ്ങൾ, ചില പുതിയ തുറവികൾ ഷാദാന കാണുവാൻ ഇവരെ കണ്ണ് ഇന്ന് രാവിലെ തുറക്കണമപ്പ, 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 തുറക്കണമപ്പ. മഹിമയിൽ ഇവർ ജീവിക്കട്ടെ, മഹത്വത്തിൽ ഇവർ ജീവിക്കട്ടെ, റിസറക്ഷൻ റിലത്തിൽ ഇവർ ജീവിക്കട്ടെ, റിസറക്ഷൻ റിലത്തിൽ ഇവർ ജീവിക്കട്ടെ, ആ പുനരുത്ഥാനത്തിന്റെ തലത്തിൽ ഇവർ ജീവിക്കട്ടെ, മഹിമയുടെ തലത്തിൽ ഇവർ ജീവിക്കട്ടെ, ആ മഹിമയുടെ തലത്തിൽ ഇവർ ജീവിക്കട്ടെ. ഞാനത് കുടുംബങ്ങളുടെ മേൽ പ്രഖ്യാപിക്കുന്നു, ഞാനത് ഈ കുടുംബങ്ങളുടെ മേൽ പ്രഖ്യാപിക്കുന്നു. ഇവരകത്തത് ഫെയ്ത്ത് ആകട്ടെ. എന്റെ തല മാറും, എന്റെ തല മാറുന്നു, ദൈവം എന്റെ തല മാറ്റുന്നു. ലാഭ റബാന ഹടകജന അത് മാറ്റുന്ന, അത് മാറ്റുന്ന, ആ ഇന്റിമസിയുടെ ഭാഷ. ഓ റബാ ലബാ റബക്ഷി കാതല ചേതല പ്രൗഷമന അന്തൽ കടകദന വേദ പ്രൗഢമന ഹത്തൽ കടകദന വേദ പ്രൗഢമന അതര ജനഗതുര വനകടകദന റാപ പ്രൗഢമന ഹതുര ജനഗതുര അന്തൽ കടകദന. ആ റിസറക്ഷൻ റിലം ഓപ്പൺ ആകട്ടെ, ആ പുനരുത്ഥാനത്തിന്റെ തലം ഓപ്പൺ ആകട്ടെ, ആ ജീവനിൽ നടക്കുന്ന തലം ഓപ്പൺ ആകട്ടെ, ആ മഹിമയുടെ തലം ഓപ്പൺ ആകട്ടെ. സഭ അതിനകത്തേക്ക് എൻട്രാവട്ടെ, സഭ അതിനകത്തേക്ക് എൻട്രാകട്ടെ, യോസഫിന്റെ മഹിമയിലേക്ക് എൻട്രാകട്ടെ, യോസഫിന്റെ തേജസ്സിലേക്ക് എൻട്രാകട്ടെ.
മഹിമയുടെ തലം തുറക്കട്ടെ അപ്പ, മഹിമയുടെ തലം തുറക്കട്ടെ അപ്പ, മഹിമയുടെ തലം തുറക്കട്ടെ അപ്പ, മഹിമയുടെ തലം തുറക്കട്ടെ അപ്പ, മഹിമയുടെ തലം തുറക്കട്ടെ അപ്പ. ഷാദന റഗട്ടസ്കനാദിനാദന അന്തരാദിനാദന ഹതുരജന ഗതുരവനഘടകദന റഗട്ടസ്കനാദിനാദന പ്രൗഢവനഘടകദന ശാഖാഭാരവ ശംഭ പ്രൗഢവന ഹതലഘടകദനാദന പ്രൗഷവനഘടകദന അന്തൽ ഘടകദന ഹാദൽ ഘടകദന വേദ പ്രൗഷവന ഹന്തൽ ഘടകദന അതരജന ഗതുരവനഘടകദന വേദ പ്രൗഷവന ഗതരജന ഗതുരവനഘടകദന വാദ പ്രൗഷവന അന്തൽ ഘടകദന വേദ പ്രൗഷവന ഹതരജന ഗതുരവനഘടകദന അന്തരാദിനാദനാരഘടകദന ഹത്തൽ ഘടകദന ഗദന ഘടകദന ഹന്തൽ ഘടകദന അതര പ്രൗഢവന ഘടകദന. കർത്താവേ, ഒരു ഫലപ്രദമായ വൃക്ഷമായി അങ്ങയുടെ ജനം ഇന്ന് രാവിലെ കർത്താവേ ഞാൻ ഈ വാക്യങ്ങൾ കാണിക്കുമ്പോൾ ആ വാക്യങ്ങൾ അകത്ത് ദൈവാത്മാവിനാൽ സ്പർശനമാകുന്നവർ ആ വാക്യങ്ങൾ തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു കേട്ടോ. ഒടുവിൽ യാക്കോബ് മരിക്കുന്ന സമയമായപ്പോൾ തലമുറകളെ മുഴുവൻ വിളിച്ച് അനുഗ്രഹിക്കുകയാണ്. ഇതും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. യാക്കോബ് പറയുന്നു, യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. അതിൻ്റെ കൊമ്പുകൾ മതിൽമേൽ പടരുന്നു. വില്ലാളികൾ അതിനെ വിഷമിപ്പിച്ചു. അവർ എയ്തു, അവനോട് പൊരുതു. അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവൻ്റെ ഭുജം യാക്കോബിൻ്റെ വല്ലഭൻ്റെ കയ്യാൽ ബലപ്പെട്ടു. ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്തിൽ തന്നെ. ഇനി ഈ വാക്യം ശ്രദ്ധിക്കണം കേട്ടോ. യാക്കോബ് അനുഗ്രഹിച്ച അനുഗ്രഹമാണ്. വേണമെങ്കിൽ ഇതിനൊക്കെ കയറി പിടിക്കണം കേട്ടോ. നിൻ പിതാവിൻ്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും. ദൈവം നിന്നെ സഹായിക്കും. ദൈവം നിന്നെ സഹായിക്കും. അടുത്ത വാക്ക് സർവശക്തനാൽ തന്നെ. ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ ശ്രദ്ധിച്ചോ. അവൻ മീതെ ആകാശത്തിൻ്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിൻ്റെ അനുഗ്രഹങ്ങളാലും മുലയുടെയും ഗർഭത്തിൻ്റെയും അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും. മോനെ യോസഫേ, ഇപ്പം നീ മിസ്രൈമിൽ അനുഭവിക്കുന്ന ഈ മഹിമയില്ലേ, ഇതൊന്നും അല്ല കേട്ടോ നിൻ്റെ മേൽ തുറക്കാൻ പോകുന്നത്. ആകാശത്തിലെ ഹെവൻ ഉണ്ടോ, അവിടെ മലയാളത്തിലെ ആകാശത്താണ് കിടക്കുന്നത്, ഇംഗ്ലീഷിൽ കിടക്കുന്നത് ഹു ഷാൽ ബ്ലസ് ദി വിത്ത് ബ്ലെസ്സിങ്സ് ഓഫ് ഹെവൻ എബവ്. കണ്ടോ, സ്വർഗത്തിലുള്ള മുഴുവൻ അനുഗ്രഹത്താലും അവൻ നിന്നെ അനുഗ്രഹിക്കും. ആഴത്തിലെ മുഴുവൻ അനുഗ്രഹത്താലും അവൻ നിന്നെ അനുഗ്രഹിക്കും. അടുത്ത വാക്ക് ശ്രദ്ധിക്കൂ. നിൻ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ ജനകന്മാരുടെ അനുഗ്രഹങ്ങൾക്ക് മീതെ ശാശ്വതഗിരികളുടെ അറ്റത്തോളം പ്രബലപ്പെട്ടു. അവ യോസഫിൻ്റെ തലയിലും തൻ്റെ സഹോദരന്മാരിൽ പ്രഭുവായവൻ്റെ നെറുകയിലും വരും. നിന്നെ സഹോദരന്മാരുടെ പ്രഭുവാക്കി ദൈവം മാറ്റും. വിശ്വസിക്കാമെങ്കിൽ ഇന്ന് രാവിലെ അതിനെ കയറി പിടിച്ചു കേട്ടോ. ദൈവം സകല മേഖലകളിലും നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. യോസഫിൻ്റെ മഹിമയാണ് യാക്കോബ് വന്ന് കണ്ടത്. പക്ഷേ യാക്കോബ് കാണാത്ത മഹിമ അവൻ്റെ മേൽ തുറക്കുകയാണ്. സ്വർഗസ്ഥനായ പിതാവിനാൽ നിങ്ങളുടെ മേൽ ഈ മഹിമകൾ മുഴുവൻ തുറക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ആകാശത്തിലെ മഹിമ, ആകാശത്തിലെ അനുഗ്രഹങ്ങൾ
ആഴത്തിലുള്ള അനുഗ്രഹങ്ങൾ, പിതാക്കന്മാരുടെ മേലെ അനുഗ്രഹങ്ങൾ മുഴുവൻ തുറക്കുന്ന ഒരു പുതിയ സീസൺ. ഇത് നമ്മൾ വിശ്വസിച്ചാലാണ് ഇത് ആക്റ്റീവ് ആവുള്ളൂ കേട്ടോ. സ്പിരിച്വൽ റിലത്തിനകത്തുള്ള അവകാശങ്ങൾ നമ്മിലേക്ക് തുറക്കാനുള്ള ആക്സസ് ആണ് നമ്മുടെ അകത്തുണ്ടാകുന്ന വെളിപ്പാടുകൾ. സ്വർഗത്തിൽ അങ്ങനെ ഒരു കൂട്ടം തന്നെയുണ്ട്, സ്വർഗത്തിൽ അങ്ങനെ ഒരു കോർട്ട് റൂം തന്നെയുണ്ട്. ആ റൂമിൻ്റെ പ്രത്യേകത അവിടെ റെവലേഷൻ പ്രാപിച്ചവരുടെ സംഗമം നടക്കുന്ന സ്ഥലമാണ്. റെവലേഷൻ നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നു, എൻ്റെ മൈൻഡ് അങ്ങോട്ട് ഇപ്പോൾ പോകണ്ട. യെരൂശലേം സമാഗമന കൂടാരത്തിനകത്ത് 3 പാർട്ട്. 1-ാം പാർട്ടിൽ ജനം മൊത്തം വന്ന് നിൽക്കുന്നു, അവരെ വിഷയങ്ങൾ മൊത്തം പറയുന്ന സ്ഥലമാണ് പ്രാകാരം. എന്നാൽ ഇന്നർ കോർട്ട് ഗ്ലോറി ഇറങ്ങുന്ന പെട്ടകമിരിക്കുന്ന സ്ഥലമാണ്. അതിന് നമ്മൾ ചെറുതായിട്ട് പറഞ്ഞു. എന്നാൽ നടുവിൽ നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതാണ്. ഒന്ന്, ക്രിസ്തു ജീവൻ്റെ അപ്പമാണ്, അപ്പമായിട്ട് അവൻ അവിടെയുണ്ട്, കാഴ്ചയപ്പത്തിൻ്റെ അപ്പമായിട്ട്. 2, നിലവിളക്കായിട്ട് അവൻ അവിടെയുണ്ട്. 3, ധൂപവർഗമായിട്ട്, ധൂപപീഠമായിട്ട് അവൻ അവിടെയുണ്ട്. ക്രിസ്തു വെളിപ്പാടാണ് വിശുദ്ധ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഇങ്ങനെ ഈ വെളിപ്പാടുകൾ, ക്രിസ്തുവിലൂടെ തുറക്കുന്ന വെളിപ്പാടുകൾ നിങ്ങളുടെ മനസ്സിനെ ഭരിക്കട്ടെ. എവിടെ കിടക്കപ്പെടും നിങ്ങളൊരു അനുഗ്രഹമാണെന്നുള്ള ബോധ്യം നിങ്ങളുടെ അകത്ത് കിടക്കട്ടെ. ഇത് തുറന്നു വരും കേട്ടോ. ദൈവം എന്നെ കാണിച്ചൊരു സ്വപ്നമാണ്, മിസ്രൈമിലെ നന്മ ദൈവം നിങ്ങളുടെ മേൽ തുറക്കുമെന്ന്. പ്രാർത്ഥിക്കാൻ നമുക്ക്. നല്ലവരും വിശ്വസ്തനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ലോകം മുഴുവൻ അങ്ങ് മരിച്ച, അങ്ങ് ഞങ്ങളുടെ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് പകരമായി മരിച്ച, കഷ്ടാനുഭവങ്ങൾ അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ അനുഭവിച്ചത് ഓർക്കുന്ന ഈ നല്ല സുദിനത്തിൽ ഞങ്ങൾ അല്പസേരം കഷ്ടാനുഭവങ്ങളാൽ അങ്ങ് പ്രവേശിച്ച മഹിമയെക്കുറിച്ച് യോസഫിൻ്റെ ചിത്രത്തിൽ നിന്ന് ഞങ്ങൾ കണ്ടത് ധ്യാനിക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ നല്ല യോസഫായ ക്രിസ്തുവിന് പിതാവിൻ്റെ അടുക്കലുള്ള മഹിമ കാണാൻ ഞങ്ങളുടെ കണ്ണു തുറന്ന് ആ മഹിമയിൽ ജീവിപ്പാൻ ഞങ്ങളുടെ ജനത്തെ അങ്ങ് സഹായിക്കണമേ. അങ്ങ് ഇവരുടെ മേൽ അധികാരങ്ങൾ തുറക്കണം, അവകാശങ്ങൾ തുറക്കണം കർത്താവേ. ഇവർ ആ ആകാശത്തിലെ അനുഗ്രഹത്താൽ, ഭൂമിയിലുള്ള അനുഗ്രഹത്താൽ, പിതാക്കന്മാരുടെ അനുഗ്രഹത്താൽ എല്ലാവിധ നിറവുകളോടെ ഈ കുടുംബങ്ങൾ മുഴുവൻ ജീവിക്കേണ്ടവരായി ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവരുടെ ആത്മതലത്തിലെ അതിരുകളെ കർത്താവ് വിശാലമാക്കണം, ഇന്നർ മേഖലകളിലേക്ക് കൊണ്ടുപോകണം, ക്രിസ്തു വെളിപ്പാടിൽ നിറയ്ക്കണമേ, ഹെവൻ റിലത്തിൽ ജീവിപ്പാൻ കൃപ കൊടുക്കണമേ. ആഴമായ സ്വപ്നങ്ങളും ദർശനങ്ങളും വെളിപ്പാടുകളും ദൈവശബ്ദവും തുറന്നു കൊടുക്കണമേ. ഞാനിവരെ ഒരു പ്രാവശ്യം കൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വായിക്കുമ്പ കുഞ്ഞാടിന് പ്രാർത്ഥന കേട്ടവനായ സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരോടും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഷലോം.